കഠിനമായ ചൂട് അനുഭവപ്പെടുന്നു. കാണുന്നുണ്ട്. അവൾക്ക് നമ്മൾ അപകട സൂചന നൽകണം. അതെ, നൽകണം. അവൾ ഈ ചൂടിൽ സ്വയം കരിഞ്ഞു പോയാൽ നമ്മൾ മഹാരാജാവിനോടും മഹാറാണിയോടും എന്തു പറയും? അവളെ ഉണർത്തട്ടെ. പാർവതി, പാർവതി, എന്റെ അമ്മേ, എന്തു പറ്റി? ഇവൾ തീക്കനൽ പോലെ പൊള്ളുന്നു ഇല്ലേ? അവളുടെ മുഖവും ശരീരവും നോക്ക്, ഉലയിൽ പഴുപ്പിച്ച പോലെ പീതവർണ്ണമായിരിക്കുന്നു. ജയ, എന്റെ മനസ്സിൽ ആശങ്ക തോന്നുന്നു. നിൽക്കൂ, ഞാൻ നോക്കട്ടെ. പാർവതി, പാർവതി, എന്റെ അമ്മേ, എന്തു പറ്റി? അവൾ മിണ്ടുന്നില്ല. പക്ഷെ അവളുടെ ശരീരത്തിൽ നിന്നും ഓം നമഃ ശിവായ മന്ത്രം കേൾക്കുന്നു. ജയ, നമുക്ക് വേഗം മഹാരാജാവിനെയും മഹാറാണിയെയും അറിയിക്കണം. എന്റെ മോൾ, എന്റെ പുത്രി പാർവതി, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും എന്റെ പ്രാണൻ ത്യജിക്കും. ഇല്ല റാണി, ഇല്ല. അവൾക്കൊന്നും വരില്ല. ഇത്ര കഠിന തപസ് ചെയ്യുന്ന കന്യയ്ക്ക് എന്തെങ്കിലും ഭവിച്ചാൽ സ്വയം വിധാതാവിന് ലജ്ജിക്കേണ്ടി വരും. ധൈര്യമായിരിക്കും. നമ്മുടെ പുത്രി പാർവതിയുടെ തീരുമാനം ദൃഢമാണ്. ദൃഢനിശ്ചയമുള്ളവർക്ക് സഫലത നിശ്ചയമായും ലഭിക്കും. എനിക്ക് ധൈര്യം നൽകുകയാണോ? പക്ഷെ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ അമ്മയല്ലേ? അമ്മയുടെ മനസ്സ് അങ്ങക്ക് അറിയില്ല. എന്റെ മകൾ വാടി തുടങ്ങിയിരിക്കുന്നു. എനിക്ക് എന്റെ പൂ പോലുള്ള പുത്രിയെ ക്ഷീണിച്ച് കാണാനാകില്ല. ഞാൻ ഉടനെ അവിടെ പോകും. അവളെ തിരിച്ചു കൊണ്ടുവരും. മേനറാണി, നീ ശപഥം ചെയ്യണം. ഒരടി കൂടെ മുന്നോട്ട് പോകരുത്. പാർവതിയുടെ ശിവാരാധനയിൽ വിഘ്നമുണ്ടാക്കുന്നത് പാപമാണ്. കരയാതെ. അമ്മേ, എന്തിനാണ് കരയുന്നത് അമ്മേ? പുത്രിയുടെ വിയോഗത്തിൽ. അമ്മയുടെ മനസ്സല്ലേ അങ്ങനെയാണ്. പക്ഷെ എല്ലാം തന്നെ മംഗളമായി ഭവിക്കും. വരും. പാർവതി, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. സേനാപതി, ഈ ജ്വാലകൾ എന്താണ്? എവിടെ നിന്ന് വരുന്നു? താഴെ പൃഥ്വിലോകത്തിൽ നിന്ന് വരുന്നു. മഹാരാജൻ, ഏതോ മായാവി ദേവൻ തന്റെ മായാജാലം പ്രകടിപ്പിക്കുകയായിരിക്കും. മായ തകർക്ക്. എങ്ങനെ തകർക്കും മഹാരാജ? മായ കാണാനില്ല. മായയോട് പുറത്തു വരാൻ പറയാ. എന്തു പറ്റി മഹാരാജന്? ഒരുപക്ഷെ മഹാരാജന്റെ ബലം അവസാനിച്ചിരിക്കും. ഇല്ല, എന്റെ ബലം അവസാനിക്കില്ല. ആരവിടെ? ഇല്ല, ആരുമില്ല. ആരാണത്? ആരുമില്ലേ? വരത്തിന്റെ ബലമുണ്ടായിരുന്നു, അതും ഇപ്പോൾ സമാപ്തമായി. ഇല്ല, എന്റെ വരം ബലം അവസാനിക്കില്ല. എല്ലാവരും പോ, സ്വർഗം വിട്ടു പോ. ഞാനും പോകുമോ? നിങ്ങളും പോ. സൈനികരെ പൊക്കോളേൻ. പോ. ഇവിടെ താരകാസുരന്റെ കിങ്കരന്മാർ ഒരിക്കലും വരികയില്ല. ഹാ ദേവരാജ, ഇവിടെ അടുത്തൊന്നും അസുരന്മാരുണ്ടാകില്ല. അസുരന്മാരില്ല. പക്ഷെ അവിടെ നോക്കൂ, അവിടെ ഹിമഗിരി ശിഖരത്തിൽ. ഹിമാലയപുത്രി പാർവതി ഉഗ്രതപസ്സിൽ ലീനയാണ്. അതെ, പക്ഷേ ദേവരാജ, ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. സപ്തർഷികളും ദേവി അരുന്ധതിയും പാർവതിയുടെ സമീപം ചെന്നിരുന്നു.
ആ പാർവതിയോട് കഠിന തപസ് ത്യജിക്കാൻ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ പാർവതി അവരുടെ ഉപദേശം സ്വീകരിച്ചില്ല. അവളുടെ തപസ്സിന് ദിനം പ്രതി കാഠിന്യമേറി വരുന്നു. പിതാതാവിനെ അതിന്റെ പ്രഭാവം എന്തെന്നറിയൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒന്നുകിൽ അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ പ്രതികൂലം. അതായത് വരുണദേവ, വല്ലാത്ത സ്ഥിതിയാണിത്, വല്ലാത്ത സ്ഥിതി. പാർവതിയുടെ തപസ് സഫലമായില്ലെങ്കിൽ, ശിവൻ അവളെ വരിച്ചില്ലെങ്കിൽ ശിവപുത്രൻ എങ്ങനെ ജനിക്കും? ശിവപുത്രൻ ജനിച്ചില്ല എങ്കിൽ താരകാസുരനെ വധിക്കാനുള്ള എല്ലാ സാധ്യതയും നിശേഷം അവസാനിക്കും. അതായത് നമ്മുടെ കഷ്ടപ്പാടുകൾ ഇനിയും തുടരുമെന്നും? ഒന്നും പറയുവാനാകില്ല. കാരണം സ്ഥിതി നമ്മുടെ അധീനതയിലല്ല. പാർവതിയുടെ തപസ്സിന് ദിനം പ്രതി ഇപ്രകാരം ഉഗ്രത ഏറി വന്നാൽ ഈ പ്രപഞ്ചത്തിൽ പ്രളയമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയും സംഭവിച്ചുകൂടെ? പാർവതിയുടെ തപസ് സഫലമാകും, ശിവൻ വിവാഹിതനാകും, ശിവപുത്രൻ ജനിക്കും, താരകാസുരൻ വധിക്കപ്പെടും. ഈ സംഭവ്യങ്ങളും അനുമാനങ്ങളും കൊണ്ട് നമ്മളുടെ കഷ്ടങ്ങൾ തീരുകയില്ല, ഒരിക്കലും തീരുകയില്ല. എന്താണാവോ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്? പാർവതിയുടെ ഉഗ്ര തപസ്സിൽ അവരുടെ ശ്രദ്ധ പതിയാത്തത് എന്താണാവോ? ഞാനും അതാണ് ആലോചിക്കുന്നത്. താരകാസുരൻ സ്വർഗത്തിലിരുന്ന് അത്യാചാരവും ദുരാചാരവും അഴിച്ചുവിടുകയാണ്. ത്രിമൂർത്തികൾ ശാന്തരായി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. ആ ദേവരാജ, അവനിപ്പോൾ ഭൂമിയിൽ അതിക്രമങ്ങൾ ചെയ്യാതെ നമ്മൾ ദേവന്മാരെ അപ്സരസുകളെയും പീഡിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ഭാവി എന്താകും? നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. ദേവർഷി, അങ്ങ് ഇവിടെ ഈ സമയത്ത്? ദേവരാജ, നാരദിന് സ്ഥലവും സമയവും നിശ്ചിതമായി ഒരിക്കലുമില്ല. പക്ഷേ നിങ്ങളെല്ലാം എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം കണ്ട് ഞാനല്ലേ ആശ്ചര്യപ്പെടേണ്ടത്? അങ്ങ് എന്തിനാശ്ചര്യപ്പെടുന്നു? ആദ്യം അങ്ങ് പറയൂ, അങ്ങ് എന്തിനു വിഷമിക്കുന്നു? ത്രിലോകങ്ങളിലും അറിവുള്ളതല്ലേ താരകാസുരൻ നമ്മുടെ സ്വർഗത്തിൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നുവെന്ന്. അങ്ങേക്ക് അപ്രിയം തോന്നിയേക്കാം ദേവരാജ. പക്ഷെ ഞാനും സത്യമറിയുവാനുള്ള മോഹത്താൽ സ്വയം വിവശനും പീഡിതനുമാണ്. അതിനെന്താണ് ഉണ്ടായത് മുനിവര? ഉണ്ടായല്ലോ ദേവരാജ, ഉണ്ടായല്ലോ. ദുഷ്കർമ്മം ചെയ്യുന്നവർ സദാ ദുർബലരാകുന്നു, ദുർബലർ സദാ ഭീരുക്കളും, ഭീരുക്കളാകട്ടെ ദുഃഖിതരും. അങ്ങും ദുഃഖിതനാണ് ദേവരാജ. സത്യം അപ്രിയമാകുന്നു ദേവരാജ. പക്ഷേ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫലം മധുരവും പ്രിയവുമായിരിക്കും. നാരായണ നാരായണ. ഈ അപ്രിയ സത്യത്തിനപ്പുറം ഒരു പ്രിയ സത്യം ഉണ്ടാകില്ല ദേവർഷേ? തീർച്ചയായും സൂര്യദേവ, തീർച്ച. ചിന്തിക്കുമ്പോൾ ചിന്തന നഷ്ടമാകുന്നു. നാരായണ നാരായണ. ഇവിടെ നിങ്ങളെല്ലാം ചിന്താഗ്രസ്തരാണ്, അവിടെ ചിന്തയ്ക്കുള്ള കാരണം സമാപ്തമായിരിക്കുന്നു. അതെങ്ങനെ? ഹിമവൽ കന്യ പാർവതിയുടെ കഠിന തപസ്സിന്റെ പ്രഭാവം മൂലം അദുഷ്ടൻ അക്രമി താരകാസുരൻ സ്വർഗത്തിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു. സ്വർഗസിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു. ദേവർഷി, ഈ ശുഭ സന്ദേശം നൽകിയതിന് അങ്ങേക്ക് അനേകം പ്രണാമം. ദേവരാജ, പ്രണാമം സ്വീകരിക്കാനായി ഞാൻ അങ്ങ് സ്വർഗലോകത്തിൽ വരുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് അങ്ങ് എവിടെ എത്തിയാലും നാരായണ നാരായണ. സൃഷ്ടികർത്ത ബ്രഹ്മദേവൻ, ശ്രീഹരി വിഷ്ണു, ദേവാദിദേവൻ ശിവശങ്കരൻ. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
na na na